തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരുത്തന്റെ തന്തയുടെ വകയല്ല. നിസാര 5000 രൂപയുടെ പേരിൽ 4 ദിവസമായിട്ട് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ 2 സ്ത്രീകളെ. ഈ ഒരു ചേച്ചി അവരുടെ മോളും കൂടെ 4 ദിവസമായിട്ട് 5000 രൂപയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. പൈസ പറയാതെ ഇവരെ കൊണ്ട് ആൻജിയോഗ്രാം ചെയ്യിപ്പിച്ച് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ 5000 രൂപ അടയ്ക്കാതെ ഇവരെ വിടില്ല എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന്റെ അടുത്ത് വരെ സംസാരിച്ച് ഈ പൈസ അടയ്ക്കാൻ പറ്റൂല എന്ന്. അടയ്ക്കാൻ പറ്റാത്ത അവരെ കയ്യിലില്ലാത്തതുകൊണ്ട് തെണ്ടി ചോദിച്ചിട്ട് പോലും അവർ വിട്ടില്ല. ആദ്യം ഈ പൈസ പറഞ്ഞിരുന്നെങ്കിൽ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തന്നെ, ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാതെ അവർ പോകുമായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു മാലാക ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഇനി എവിടെന്നെങ്കിലും തെണ്ടി പറക്കൊണ്ട് വരാൻ. ഞാൻ അവർക്ക് വേണ്ടി അവിടെ ചെന്ന് അവരെ വീഡിയോ എടുത്തതിന് അവിടെ പോലീസിനെ വരെ വിളിച്ചു വരുത്തി എന്റെ ഫോൺ മൊത്തം ഡിലീറ്റ് ചെയ്യിപ്പിച്ച്. ഈ പോലീസിനെ വിളിച്ചു വരുത്തിയ ശുഷ്കാന്തി ഇവരെന്താ ഇവരെ കാര്യത്തിലൊന്നും കാണിക്കാത്തത്? രാത്രി മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് 11 മണിക്ക്. ബില്ലടച്ചു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ബില്ലടക്കാൻ വേണ്ടി പോയപ്പോൾ ഓഫീസ് എല്ലാം നേരത്തെ ക്ലോസ് ചെയ്തു. പിറ്റേന്ന് ബില്ലടച്ചതിന് ശേഷം രാത്രി 8 മണിക്കാണ് ഇവർ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഈ സമയത്താണ് ഇറങ്ങുന്നത്. ഇവരെ കണ്ണീര് പിടിപ്പിച്ച സാറുമാരോട് ഞാൻ പറയാണ്, നിങ്ങൾ കാണിക്കുന്ന ഈ അഹങ്കാരം ഉണ്ടല്ല, നിങ്ങളെ കയ്യിലുള്ള പൈസയുടെ ഹുങ്കൊണ്ടല്ല, ഒരു അസുഖം വന്നാൽ തീരാന്നതേ ഉള്ളൂ. ഇവിടെ വരുന്ന പേഷ്യന്റിന്റെ അടുത്ത് നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം. ഇത് ഒരുത്തന്റെ തന്തയുടെ വകയല്ല. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളെ ഓശാരമൊന്നും ഇവിടെ ആർക്കും വേണ്ട. സാധാരണക്കാരുടെ അവകാശമാണ്. നിങ്ങളെ ശമ്പളം തന്ന് നിർത്തിക്കുന്നത് സാധാരണക്കാർക്ക് സർവീസ് നല്ലതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കളഞ്ഞിട്ട് പോകണം. കുറെ തലമൂത്ത കൊച്ചപ്പന്മാർ അവിടെ നിൽപ്പുണ്ട്. ഇത് ഒരു കാര്യമാണ്. ഇതേപോലെ ഒരുപാട് സാധാരണക്കാർ എന്റെ അടുത്ത് അവിടെ വന്ന് സംസാരിച്ചതാണ്. ഇവരുടെ എല്ലാം കണ്ണീര് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്തോ ഒരു ഭാഗ്യത്തിന്റെ പുറത്താണ് രാത്രി ഇവരെ മെസ്സേജ് ഞാൻ കണ്ടത്. അവർ എന്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് പേരടുത്ത് ഞാൻ പൈസ ചോദിച്ചു. സൂരജിന്റെ അടുത്താണ് ലാസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. അവർക്കൊരു കുഞ്ഞു മോളുള്ളതുകൊണ്ടാണ്. സൂരജ് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ അമ്മേനെ കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തു എന്നവരെ പറഞ്ഞതാണ്. എന്നോട് ചോദിക്കുമ്പോ വേറൊരാളോടും കൂടെ ഇതുപോലെ പൈസ ചോദിച്ചായിരുന്നു. വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തന്ന പൈസ തരാന്ന് പറഞ്ഞ ഒരു മോനുണ്ടായിരുന്നു, പുന്നാരമോൻ. ഇതിനൊക്കെ നീ കണക്ക് പറയും മോനെ. ഡിസ്ചാർജ് ചെയ്ത് 4 ദിവസമായിട്ടും കയ്യിൽ ഒരു പൈസ പോലും എടുക്കാതെ, ഒരു ആഹാരം പോലും ആ കുഞ്ഞിന് പോലും വാങ്ങിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാതെ അവിടെ കൊണ്ടുവരുന്ന പൊതുച്ചോറിന് വേണ്ടി കാത്തിരുന്ന ദിവസങ്ങളാണ് ഇവർക്കുണ്ടായത്. അവര് പട്ടിണി കിടക്കും, പക്ഷെ ആ കൊച്ചിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഒരുപാട് നല്ല നഴ്സുമാരും ഡോക്ടർമാരും അറ്റൻഡർമാരും ഒരുപാട് നല്ല ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ ചില യക്ഷികൾ അവിടെ ഉണ്ട്. അവരെ ഇവിടുന്ന് തുരത്തിയില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന് എന്നും ഒരു പേരുദോഷമായിരിക്കും. പിന്നെ നിങ്ങൾ സംസാരത്തിലടക്കം തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. അത് വീഡിയോ ഒന്നും ഡിലീറ്റ് ആയിട്ടില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ട് ഞാൻ അവരെ വീട്ടിലോട്ട് പറഞ്ഞു. അവരെ മെഡിക്കൽ കോളേജിലെ ബില്ല് 5-6 മാസമായിട്ട് വാടക കൊടുത്തതിന്റെ ആ വാടക കുഴിച്ചുകയും ഓട്ടോയ്ക്കുള്ള പൈസയും കൊടുത്തിട്ടാണ് ഞാൻ അവരെ കയറ്റി. ഈ മെഡിക്കൽ കോളേജിൽ ഇതുപോലത്തെ കുറെ ആൾക്കാരുടെ സ്വഭാവം കാരണം ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരു ചേച്ചി, ഒരു അമ്മയാണ് ഇത്. എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. മെഡിക്കൽ കോളേജിൽ വരുന്ന സാധാരണക്കാരോട് നിങ്ങളുടെ ധാഷ്ട്യം കാണിക്കരുത്. അവരൊക്കെ പാവങ്ങളാണ്, സാധാരണക്കാരാണ്. അവർക്ക് ഗതിയില്ലാത്തതുകൊണ്ടാണ് അവർ മെഡിക്കൽ കോളേജിൽ വരുന്നത്. രോഗം വരാൻ വേണ്ടി ആരും ആഗ്രഹിക്കണതല്ല, അത് വന്നു പോകുന്നതാണ്. വെളിയിൽ നിൽക്കാൻ പറ്റൂല, അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഈ അമ്മ നിൽക്കുന്നത്. പൈസ കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. നമ്മളെപ്പോഴത്തെ പാവപ്പെട്ടവർ ചെന്ന് നിന്ന് മണിക്കൂറോളം ക്യൂ നിൽക്കാം. സ്റ്റാഫുകളാണ് വരുന്നെങ്കിൽ ഒരു സെക്കൻഡ് പോലും ക്യൂ നിൽക്കണ്ട. അപ്പൊ ഞാൻ എന്തായാലും ഇതിപ്പം കുറച്ച് പൈസ തരാം. അത് വീടിന്റെ എന്നാ പറഞ്ഞില്ലേ, ആ പൈസ വെക്കുക. ഇന്ന് രാത്രി ഇയാൾ എനിക്ക് ഫുള്ള് വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ വേണ്ട.